ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ സംസ് എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് തുകകൾ, സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ഫോർമുലകളും മറ്റും നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു ചിത്രം ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഉള്ള അതേ ചിത്രം തന്നെയാണ്, പക്ഷെ ഇതൊരു ഹാഫ് പോർഷനേ ഉള്ളൂ, ഒരു പകുതി ഭാഗമേ ഉള്ളൂ. ഇപ്പുറത്ത് അതുപോലെ ഇതേപോലെ ഒരെണ്ണം തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, 1 1 ഡോട്ട് 2 3 3 ഡോട്ട്സ് 4 5 6 7 8 9 10 റോസ് ആതെ 10 റോസ് ആതെ 1 2 അങ്ങനെ 10 റോസ് ഉണ്ട്. ഈ 10 റോസില് എത്രയാണ്? ഇത് ഇതുപോലെ തന്നെ തിരിച്ചു വെക്കുകയാണെങ്കിൽ, ഇതുപോലെ ഒരെണ്ണം കൂടെ തിരിച്ചു വെക്കുകയാണെങ്കിൽ 1, പിന്നെ അടുത്തതിൽ എന്ത് വരും? 2, പിന്നെ അടുത്തതിൽ എന്ത് വരും? 3, പിന്നെ അടുത്തതിൽ 4. ഇത് ഫില്ലായി, മൊത്തം ഫില്ലായി. എന്ത് കിട്ടും നമുക്ക്? എന്ത് കിട്ടും? ഒരു ചതുരം നമുക്ക് കിട്ടും. ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. അങ്ങനെ ഇരുന്ന് ഡോട്ട് ഇടുമ്പോ ചിലപ്പോൾ ചരിഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പം നമ്മളിത് ഫില്ല് ചെയ്യാണ്. ഒരു പകുതിയുടെ കൂടെ വേറൊരു പകുതി, അതായത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരുന്ന വേറൊരു ട്രയാങ്കുലർ കൂടി നമ്മൾ അതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇച്ചിരി ചരിഞ്ഞൊക്കെ പോകും കേട്ടോ. എണ്ണി നോക്കിയാൽ മതി എത്ര എണ്ണം ഉണ്ടെന്ന്. 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉണ്ട്. 10 rows. In each row 11 dots are there. എല്ലാത്തിലും 11 ഉണ്ടെന്ന് കരുതുന്നു. 4 3 7 4 11. അപ്പം ശരിക്കും ആദ്യം എങ്ങനെയായിരുന്നു? 1 2 ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമായിരുന്നു അല്ലേ? ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം ഒരു ത്രികോണം മറ്റൊരു ത്രികോണം തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫുൾ റെക്റ്റാങ്കിൾ കിട്ടി. സമയതരമല്ല. കാര്യം എന്താണ്? 10ഉം 11. 10 rows and in each row 11 dots are there. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് നമുക്ക് കിട്ടത്തില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് ഇതൊരു ടെക്സ്റ്റിലുള്ളൊരു ചിത്രമാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് എത്ര? 10 റോ. എത്ര? ഇൻ ഈച്ച് റോ 11 ഡോട്ട്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും. അപ്പൊ അതിന്റെ പകുതി ആണെങ്കിലോ 110ന്റെ പകുതി 55 കിട്ടും. ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ അവര് ചിത്രത്തിലൂടെയാണ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് 1 + 2 + സം ഓഫ് 10 നാച്ചുറൽ നമ്പേഴ്സ് 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 = സം ആണ്. ഇനി ഇതിനെല്ലാം തിരിച്ചെഴുതുകയാണ്. ഇത് അസെൻഡിങ് ഓർഡർ. നൗ റൈറ്റിംഗ് ഡിസെൻഡിങ് ഓർഡർ. വലുത് ആദ്യം എഴുതാം. 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1. അതും എസ് തന്നെയാണ് അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതും ആ ടെക്സ്റ്റിൽ ഉള്ള സംഭവം തന്നെ. 11 + 11 + 11 + 11 + 11 + 11 + 11 + 11 + 11 = 2s. എത്ര 11 ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം 110 എന്ന് എഴുതാം. 110 = 2s. Therefore, s is equal to
110/2 ഈക്വൽ 55 എന്ന് കിട്ടി. നോക്കിക്കേ, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്ര കിട്ടി നമുക്ക്? 1 to 10 sum is equal to 55 എന്ന് കിട്ടി. അപ്പം 1 മുതൽ 10 വരെ ഉള്ളത് 55 ഇതുപോലെ നമുക്ക് 1 മുതൽ 100 വരെയോ 200 വരെയോ ഉള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ കഴിയും. നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 plus dash dash up to 20 എന്നിരിക്കട്ടെ. 1 മുതൽ 20 വരെ ഉള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരിക്കും? ഇവിടെ നമുക്ക് 110/2 55 കിട്ടിയല്ലേ? ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത രീതിയിൽ എഴുതുകയാണെങ്കിൽ 20, 19, 18 ഇങ്ങനെ പോയി നമുക്ക് ഇവിടെ എന്തോ വരും? 1 വരും അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ഓരോന്ന് എത്ര എണ്ണം വീതം? സമത്രയായിരിക്കും 21 അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം ഉണ്ട് അല്ലെ? ഇവിടെ 21 വരും. 21 എണ്ണം എത്ര എണ്ണം ഉണ്ട്? 20/2. ഇപ്പൊ എത്ര വരും? 21 × 20/2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ 10 എന്ന് കിട്ടും. 210 എന്ന് ആൻസർ കിട്ടും. നമ്മള് 20 എണ്ണത്തിന്റെയാണ് കണ്ടത്. അതുപോലെ ഇപ്പൊ ഇവിടെ വന്നത് 21 × 20/2. ഇവിടെ അങ്ങനെ പോയി. n ആണെങ്കിലോ നേരത്തെ നമ്മൾ കണ്ടത് ഒന്ന് ചുരുക്കി ഇവിടെ എഴുതാം. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക 55 എന്ന് കിട്ടി. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 210 എന്ന് കിട്ടി. ഈ 55 നമുക്ക് എങ്ങനെയാ വന്നത്? 10 സംഖ്യകള്, ഓരോ സംഖ്യകളുടെയും മുകളിലും താഴെയും 2 എണ്ണം തിരിച്ചു മറിച്ച് ചെയ്തപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും വാല്യൂ 11 എന്ന് കിട്ടി /2. അപ്പം 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5, 5 × 11 55 എന്ന് കിട്ടും. ഇവിടെ എങ്ങനെ വരും? 20 ഗുണം ഓരോന്നിന്റെയും വാല്യൂ 21/2. ഇപ്പൊ എത്ര കിട്ടും? 10 × 21 210. അങ്ങനെ നമ്മളിങ്ങനെ പോയി അവസാനത്തെ സംഖ്യ n ആണെങ്കിൽ നമുക്കൊരു സാമാന്യ രൂപത്തിൽ എത്താനാണ്. ഇവിടെ നമുക്ക് കിട്ടിയ നോക്കിയേ, 10 × 10ന്റെ കൂടെ ഒരു സംഖ്യ കൂടെ കൂട്ടുമ്പോൾ ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്. 20ന്റെ കൂടെ ഒന്നും കൂടി കൂട്ടുമ്പോഴാണ് 21 കിട്ടുന്നത്. അപ്പൊ ഇവിടെ n വരികയാണെങ്കിൽ n × n+1/2 എന്ന് കിട്ടും. അതായത് sum of first n natural numbers equals n × n+1/2, or you can write half n × n+1. ഇങ്ങനെയും എഴുതാം. Therefore, the sum of first n natural numbers is half n × n+1 എന്ന് കിട്ടി. ഇത് ഞങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ്. പ്രോബ്ലംസ് ചെയ്യാൻ ഇത് ആവശ്യം വരും. ഇനി നമുക്ക് ഇപ്പൊ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ എഴുതിയ, ഇനിയിപ്പോ ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും കണ്ടുപിടിച്ചാലോ? നമുക്ക് ഈവൺ നമ്പേഴ്സ് എഴുതാം. 2 + 4 + 6 up to ആദ്യം നമ്മൾ ചെറിയ സംഖ്യ എടുക്കാം, 20 വരെ എടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 2 കോമൺ ഫാക്ടർ എടുത്തൂടെ? 2 × 2 എടുക്കുമ്പോൾ അകത്തെന്താ വരും? 2 കൊണ്ട് എല്ലാத்தைയും ഡിവൈഡ് ചെയ്താണ് എഴുതേണ്ടത്. 3 + 10 എന്ന് കിട്ടും അല്ലേ? 1 to 10 വാല്യൂ നമുക്കറിയാം എത്ര? 55 എന്നറിയാം അല്ലേ? അപ്പൊ 2 × 55 = 110 എന്ന് കിട്ടും. 2 × 55 110. അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ പോയി 20ക്ക് പകരം n ആണെങ്കിലോ
ഈ 55 എങ്ങനെ വന്നത്? അത് നമുക്ക് 2 ഇൻറ്റു ഇവിടെ ഈ 55 എങ്ങനെയാ വന്നത്? ഇവിടെ നമുക്ക് വന്നത് എങ്ങനെയാ? n ഇൻറ്റു n+1/2 ആണ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു അപ്പം അല്ല n എഴുതിയിട്ട് നമുക്കത് എഴുതാം. ഓക്കെ, ഇങ്ങനെ പോയി 2 + 4 + 6 + ഡാഷ് ഡാഷ് അപ് ടു n ആണെങ്കിലോ ഇവിടെ നമ്മൾ 2 എടുത്താണെങ്കിൽ ഒരു 2 ഇവിടെയും ഉണ്ട് അല്ലേ? 2 എടുത്താണ് ഈ ഇവിടെ 10ന് പകരം ഞാൻ n എഴുതിയത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ 2 ഇൻറ്റു അല്ലെങ്കിൽ അത് ഒന്നുകൂടി ഞാൻ എഴുതാം, 2 എടുത്തിട്ട് എഴുതാം. 2 ഇൻറ്റു 1 + 2 + 3 + ഡാഷ് ഡാഷ് പ്ലസ് ഇവിടെ ജനറൽ ഫോമിൽ വരുമ്പോൾ എന്താണ്? 2n ആണ് വരുന്നത് അല്ലേ? അപ് ടു 2n ആണ്. മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് 2n. അപ്പൊ അതിൽ നിന്ന് ഒരു n 2 എടുത്തു കഴിഞ്ഞാൽ n ഈക്വൽസ് ഈ 2 അങ്ങ് ഇവിടെ എഴുതാം. ഇതിന്റെ ഫോർമുല നമുക്ക് അറിയാം. എന്താണ്? ഹാഫ് n ഇൻറ്റു n+1. ഹാഫ് n ഇൻറ്റു n+1. അപ്പൊ ഈ 2 ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n ഇൻറ്റു n+1 എന്ന് കിട്ടും. നോക്കിക്കേ, അപ്പൊ 2 + 4 + 6 + ഡാഷ് ഡാഷ് അപ് ടു 2n ഈക്വൽ n ഇൻറ്റു n+1. അതായത് സം ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ് ഈസ് n ഇൻറ്റു n+1. ഓക്കെ, അത് നമുക്കങ്ങ് എഴുതാം. അത് നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം. ദ സം ഓഫ് first n even natural numbers is n into n+1. ഇനി നമുക്ക് ഓഡ് നമ്പർ നോക്കിയാലോ? 1 + 3 + 5 അല്ലെങ്കിൽ ആദ്യം മൾട്ടിപ്പിൾ ഓഫ് 3 നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3 3 6 3 + 6 + 9 + ഡാഷ് ഡാഷ് അതിന്റെ ജനറൽ ഫോമിൽ അവസാനം എന്താ വരുന്ന? 3n. ഓൾജിബ്രിക് ഫോം ഓഫ് nth ടേം ഈസ് 3n. മൾട്ടിപ്പിൾ ഓഫ് 3 യുടേത് 3n, മൾട്ടിപ്പിൾ ഓഫ് 4 ൻ്റെത് 4n, മൾട്ടിപ്പിൾസ് ഓഫ് 5 ൻ്റെത് 5n. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. 3 കോമൺ ഫാക്ടർ എടുക്ക്. ബ്രാക്കറ്റിനകത്ത് 1 + 2 + 3 + ഡാഷ് ഡാഷ് അപ് ടു n. ഇത് നമുക്കറിയാം. ഹാഫ് n ഇൻറ്റു n+1 ഈക്വൽസ് 3 ഇൻറ്റു ഹാഫ് ഇൻറ്റു n ഇൻറ്റു n+1 ഈക്വൽസ് 3/2 n ഇൻറ്റു n+1 എന്ന് വരും. മനസ്സിലായോ? ഇതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 4, മൾട്ടിപ്പിൾസ് ഓഫ് 5, മൾട്ടിപ്പിൾസ് ഓഫ് 6 എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സിലേക്ക് പോകാം. ഇനി നമുക്കെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാം. 1 + 3 + 5 + 7 + ഡാഷ് ഡാഷ് പ്ലസ് nth ടേം എന്താണ്? ഈവൺ നമ്പേഴ്സിന്റെ 2n. ഈവൺ നമ്പേഴ്സിനെക്കാട്ടി 1 കുറവല്ലേ? അപ്പം 2n - 1 എന്ന് എടുക്കാം. അപ്പൊ xn is equal to 2n - 1 ലാസ്റ്റ് ടേം. നമ്മൾ സം ആണ് കാണാൻ പോകുന്നത്. n-ന് 1 കൊടു. x1 is equal to 2 × 1 - 1. n-ന് 2 കൊടു. 2 × 2 - 1. n-ന് 3 കൊടുത്താലോ? 2 × 3 - 1. ഇങ്ങനെ പോയി xn ആകുമ്പോ നമുക്ക് എന്താ കിട്ടും? 2 × n എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? 2 × n - 1 or 2n - 1. നമുക്ക് ഇതിന്റെ എല്ലാം സം ആണ് കാണുന്നത് അല്ലേ? ഇതിന്റെ എല്ലാം സം ആണ് കാണുന്നത്. സം ഈസ് ഈക്വൽ ടു x1 + x2 + ഡാഷ് ഡാഷ് പ്ലസ് xn. ഇതില് x1 നമുക്ക് കിട്ടിയൊക്കെ എഴുതാം. 2 × 1 - 1 പ്ലസ് 2 × 2 - 1 പ്ലസ് 2 × 3 - 1. 2 × 3 - 1. ഇങ്ങനെ പോയി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 2n -
1. ഇനി നമുക്ക് ഇതിനെല്ലാം എന്താണ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കാം. 2ന്റെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുക, -1 എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുക. 2 into 1 plus 2 into 2 plus 2 into 3 plus dash dash plus 2 into n 2n plus ഈ -1 എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാം. -1 plus -1 plus -1 അതെല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ട്? n ഉണ്ട് അല്ലേ? എത്ര എണ്ണം? n എണ്ണമാണ് ഉള്ളത്. അതായത് -n എന്ന് എഴുതാം. -1 -1 -1 അത്ര എത്ര എണ്ണം ഉണ്ട്? n എണ്ണം. -n ആയതുകൊണ്ട് -n എന്ന് കൊടുത്തു. ഇനി നമുക്ക് എല്ലാത്തിനും ഒരു 2 കോമൺ ഫാക്ടർ എടുത്തൂടെ? ബ്രാക്കറ്റ് എന്താ വരും? 1 plus 2 plus 3 plus dash dash plus n -n എന്ന് കിട്ടും. ഇത് നമുക്കറിയാം എന്താണ്. ഞാനിവിടെ എഴുതുകയാണ്. 2 into 1 plus 2 plus up to n equals നമ്മൾ പഠിച്ച അതിന്റെ എന്താണ്? അതിന്റെ ഫോർമുല എന്താണ്? half n into n plus 1 minus n. ഈ 2 into കട്ട് ചെയ്ത് പോവും. n into n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ n into n square plus n into 1 n minus n. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? n square എന്ന് കിട്ടും. അപ്പം സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n square. അത് നമുക്ക് എഴുതാം. The sum of first n odd numbers is n square. അപ്പൊ നമ്മളിപ്പോ 3 ഫോർമുലകൾ പഠിച്ചല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ്? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ഹാഫ് n into n plus 1 എന്ന് എഴുതി. അടുത്തത് ഈവൺ നമ്പേഴ്സ് n into n plus 1. ഓഡ് നമ്പേഴ്സ് n square. ഈ 3 ഫോർമുലയും നമ്മൾ ഓർത്തിരിക്കണം. എക്സാമിനേഷന് വരുന്നതാണ്. ഇതിലെല്ലാം S എന്ന് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം സമ്മിന്റെ അല്ലേ? അപ്പം എന്താണ്? ഇതെല്ലാം സമ്മിന്റെ ഓർമ്മയുണ്ടോ? സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പർ. ഇനി നമുക്ക് ഏത് അരിത്തമാറ്റിക് സീക്വൻസിന്റെയും എന്താണ് സം കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. അരിത്തമാറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം എന്താണ്? എനി അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് ഓഫ് ദ ഫോം xn is equal to an plus b. എക്സിന് 1 കൊടുത്തു. ഓക്കെ, a into 1 plus b. എന്നിന് 2 കൊടുക്കുക. a into 2 plus b. എന്നിന് 3 കൊടുക്കുക. a into 3 plus b. അങ്ങനെ നമ്മൾ പോയി ലാസ്റ്റ് ടേം ആണ് xn. പോയി xn ഒന്നുകൂടി എഴുതാം. an plus b. ഇത് ഒന്നുകൂടി എഴുതുകയാണ്. x1 plus x2 plus x3 plus dash dash plus xn. ഇതിന്റെ ഇത്രയും സം കാണും. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? xn is equal to an plus b. അപ്പൊ a into 1 plus b. ഇതല്ലേ നമുക്ക് കിട്ടിയ x1. x2 എന്ന് പറയുമ്പോൾ a into 2 plus b. x3 എന്ന് പറയുമ്പോൾ a into 3 plus b plus എന്താണ് xn a into n plus b.
ഇത് ചെയ്യുന്ന എ ഉള്ള ടേംസ് മാത്രം അടുത്തോട്ട് എഴുതുക. എ ഇൻറ്റു 1 പ്ലസ് എ ഇൻറ്റു 2 പ്ലസ് എ ഇൻറ്റു 3 പ്ലസ് പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ഇവിടെ നോക്കിയേ ബി പ്ലസ് ബി പ്ലസ് ബി ഡാഷ് ഡാഷ് പ്ലസ് ബി. അങ്ങനെ എത്ര ബികളുണ്ട്? എൻ ടൈംസ് ബി. എൻ ടൈംസ്. നമുക്ക് എണ്ണം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എൻ ടൈംസ് എന്ന് എടുക്കുന്നത്. എണ്ണം കൃത്യമായിട്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് എൻ എന്ന് തന്നെ കൊടുക്കുകയാണ്. എൻ ടൈംസ് ബി. ഇത് എ എല്ലാം എടുക്കുകയാണ്. ബ്രാക്കറ്റിനകത്ത് എന്താ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എൻ പ്ലസ് എൻ എ ഇൻറ്റു ഇത് നമുക്കറിയാം. സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? ഹാഫ് എന്നിന്റെ. അതുകൊണ്ട് എ ഇൻറ്റു ഹാഫ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 എന്ന് എഴുതാം. പ്ലസ് എൻ ബി അല്ലേ? അപ്പം ഇനി ഇവിടെ ഇതിൽ നമുക്ക് എന്തെഴുതാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് അടക്കട്ട് എ എൻ സ്ക്വയർ പ്ലസ് എ എൻ ഇൻറ്റു 1 എ പ്ലസ് എൻ ബി. മനസ്സിലായോ? ഹാഫ് പുറത്തെടുത്ത് എ എൻ ഇൻറ്റു എൻ എ എൻ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എൻ ഇൻറ്റു 1 ദറ്റ് ഈസ് എ. ഇത് ഞാൻ എൻ അങ്ങ് പുറത്തെടുക്കുക. ഹാഫ് ഇതെല്ലാം ഈക്വൽസ് ആണ്. ഹാഫ് എൻ ഇൻറ്റു എ എൻ പ്ലസ് എ എൻ നമുക്ക് പുറത്തെടുക്കാം. ഹാഫ് എ എൻ പുറത്തെടുക്കാം. എൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻ വരും. ഇവിടെ എന്ത് വരും? 1 വരും. പ്ലസ് എൻ ബി. അപ്പൊ നമുക്ക് സം ഓഫ് എൻ terms of an arithmetic sequence is half a n into n plus 1 plus n b എന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? സം ഓഫ് n terms of an arithmetic sequence. Sum of n terms of an arithmetic sequence is half a n into n plus 1 plus nb plus nb. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടി വേറൊരു രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. വേറൊരു ഫോമിൽ കൊണ്ടുവരാം. സം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എഴുതി വേറൊരു ഫോർമുലയിലും കൂടി എത്തിച്ചേരാനുണ്ട്. S is equal to sum equals half a n into n plus 1 plus n b. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹാഫ് ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യണം? ഇവിടെ നിന്ന് ഹാഫും ഉണ്ട്. എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. ഇത് 2/2 എന്ന് എഴുതാം. എന്നാൽ നമുക്ക് ഹാഫ് എടുക്കാൻ പറ്റും. an into n plus 1 plus 2/2 nb. മനസ്സിലായോ? 2/2 മീൻസ് 1. ഈ ഹാഫ് ഇതിൽ നിന്ന് ഹാഫ് ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയാണ്. ഹാഫ് എൻ പുറത്തെടുക്കുന്നു. അപ്പൊ എ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ 1 2 ഈസ് 1 into 2 അല്ലേ? അപ്പൊ ഇവിടെ 2 എന്നും പുറത്തെടുത്തില്ലേ? 2b എന്ന് കിട്ടും. എന്ത് കിട്ടും? 2b എന്ന് കിട്ടും. മനസ്സിലായോ? 2/2 ദറ്റ് ഈസ് 1/2 into 2. ഈ 1/2 അങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 എന്നും പുറത്തെടുത്തു. പിന്നെ എന്തോ കിട്ടും? 2 into b. 2b മാത്രമേ ഉള്ളൂ. ഈക്വൽസ് ഹാഫ് n. അതിന് നമുക്ക് n/2 എന്ന് എഴുതാം. n/2 into an പ്ലസ് a പ്ലസ് ഇത് ഹോൾ ബ്രാക്കറ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി എ 2b ബി പ്ലസ് ബി എന്ന് എഴുതാം. ബി പ്ലസ് ബി ഈക്വൽസ് n/2 into an പ്ലസ് ബി ഇവിടെ എഴുതാം
ഒരു ബി എവിടെ എഴുതാം, ഒരു ബി എ പ്ലസ് ബി യോട് കൂടി, എ പ്ലസ് ബി. മനസ്സിലായോ? എ എൻ പ്ലസ് ബി പിന്നെ എ പ്ലസ് ബി ഈക്വൽസ് n/2 ഇൻറ്റു എ എൻ പ്ലസ് ബി എന്ന് പറയുന്ന ലാസ്റ്റ് ടേം എക്സ് എന്നാ, എ പ്ലസ് ബി എന്ന് പറയുന്ന ഫസ്റ്റ് ടേം. അപ്പൊ സം കാണാൻ നമ്മൾ വേറൊരു ഫോർമുലയിലൂടെ എത്തി. എസ് ഇസ് ഈക്വൽ ടു എസ് എൻ എന്നായിരുന്നു പഴയ ടെക്സ്റ്റിലൊക്കെ. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു എക്സ് എൻ പ്ലസ് എക്സ് എൻ, ഓർ we can write sum of n terms of arithmetic sequence n/2 into x1 plus xn, first term plus last term. അപ്പൊ ഇതൊരു ഫോർമുലയാണ്. നേരത്തെ ഫോർമുല ഇതിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അല്ലാത്ത പക്ഷം മറ്റേ ഫോർമുലയെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം സമ്മിന്റെ എല്ലാ ഫോർമുലകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ സംസിനെ കുറിച്ചുള്ള എല്ലാ ഫോർമുലകളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.